അതേ പ്രിയരെ, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. കാരണം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക ദൈവം ഒരുക്കിയ വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അതേ പ്രിയരെ, ഇവിടെ ധന്യനായ പൗലോസ്ലീഹ ദൈവസഭയോട്, എഫെസ്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ കൈമാറുന്നൊരു പദമാണ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഹോപ്പ്ലെസ്സായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു യൂസ്ലെസ്സായി, ഉപയോഗമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ ഏതൊക്കെ റൂമിനകത്തോ ഏതൊക്കെ ഹോസ്റ്റലിൻ്റെ അകത്തളത്തിലോ ഏതൊക്കെ വീട്ടിൻ്റെ അകത്തളത്തിലോ ഏതൊക്കെ രാജ്യത്തിനകത്ത് ഒതുങ്ങിപ്പോയ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ദൈവം അങ്ങനെ ഇടപെടുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. സ്വപ്നം കണ്ടത് വേറെയാ, പക്ഷെ സംഭവിച്ചത് വേറെയാ. നീ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ല, ആഗ്രഹിച്ചതുപോലൊരു ഉയർച്ചയല്ല, ആഗ്രഹിച്ചതുപോലൊരു മാന്യതയല്ല നിൻ്റെ മേൽ വെളിപ്പെട്ടത്. നീ പ്രതീക്ഷിക്കാത്തതാ നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, വിശ്വസിക്ക്. നീ പ്രാർത്ഥിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നവനാണ്. ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നിനക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും. അടഞ്ഞുപോയ വാതിലുകൾ, സ്വപ്നം കാണാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ മേൽ ഈ പകൽക്കാലം ചെയ്യും. തകർന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത്, വേദനിക്കുന്ന നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് ഈ പകൽക്കാലം എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. പ്രിയരെ, നമ്മൾ പലപ്പോഴും ദൈവസന്നിധി പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും ദൈവത്തോട് ചോദിക്കുന്ന യാചനകളാണ്. പക്ഷെ വചനം അങ്ങനെയല്ല. പുതുനിയമവിശ്വാസിയെ പറ്റി പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ മക്കളാണ്. അപ്പനോട് പറഞ്ഞാൽ മതി, അപ്പൻ അറിയാൻ കാര്യം. ഈ പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം, നീ ചോദിച്ചിട്ടും നീ മറന്നുപോയ ഒത്തിരി വിഷയങ്ങളുണ്ട്. നീ പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ നീ മറന്നുപോയ ചില വിഷയങ്ങളുണ്ട്. പകൽക്കാലം ഇതൊന്നും ദൈവം മറന്നതല്ല കേട്ടോ. നിന്റെ കണ്ണുനീർ കാണാതെ ഇരിക്കുന്നവനല്ല എൻ്റെ ദൈവം. നിന്റെ വേദന അറിയാതിരിക്കുന്നവനല്ല എൻ്റെ അപ്പൻ. ആര് നിന്റെ കണ്ണുനീർ കണ്ടില്ലേലും എൻ്റെ കർത്താവ് കണ്ടിട്ടുന്നുണ്ട്. നീ കരഞ്ഞതെല്ലാം എൻ്റെ കർത്താവിൻ്റെ തുരുത്തിയിലുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ,
എൻ്റെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ നിനക്ക് നീ ചോദിച്ചതിന് മറുപടി തരുന്നത് ചോദിച്ചത് മാത്രമായിട്ടല്ല, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ഇന്ന് പകൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. പൗലോസ് പറയുന്നുണ്ട്, ഈ അത്യന്ത ശക്തിയൻ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൻ്റെ മേൽ അവൻ പകർന്നിരിക്കുകയാണ്. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനെ നൽകിയത് നീ ചോദിച്ചത് നിന്റെ മേൽ വെളിപ്പെടാനല്ല, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി അതിനേക്കാൾ ഉപരിയായി നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിനക്ക് വേണ്ടി തുറന്നു തരാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് കഴിയുമെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പഴയ നിയമത്തിനകത്ത് ഒരു വ്യക്തിത്വമുണ്ട്, കാലേബ് എന്നാണ് ആ ദൈവമനുഷ്യൻ്റെ പേര്. യോശുവയും കാലേബും ഒക്കെ സമകാലികരാണ്. മോശയോട് ചേർന്ന് നിന്ന ശക്തന്മാരായ ദൈവമനുഷ്യൻ. കാലേബ് യോശുവയും ഒഴിച്ച് വാഗ്ദത്ത കനാനിൽ അവിടെ കുടുംബം ഒഴിച്ച് ആരും കടന്നില്ലെന്ന് വചനം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത നാട്ടിൽ കാലെടുത്ത് വയ്ക്കാൻ ഭാഗ്യം ലഭിച്ചൊരു ദൈവമനുഷ്യൻ 85-ാമത്തെ വയസ്സിൽ യോശുവയോട് പറയുന്നുണ്ട്, യോശുവേ, നീ എനിക്ക് ആ ഹെർമോനിയം മല്ലന്മാരുള്ള ആ മല എനിക്ക് തരണം. ഈ 85-ാമത്തെ വയസ്സിലും അതിനെ വെട്ടിപ്പിടിക്കാൻ, ആ മല്ലന്മാരെ ഓട്ടിക്കാൻ എനിക്ക് ഇന്നും ബലമുണ്ട് എന്ന് പറയുന്നൊരു ദൈവമനുഷ്യൻ. വേദപുസ്തകത്തിനകത്ത് ആ വ്യക്തിയുടെ മകളുണ്ട്, കാലേബിൻ്റെ മകൾ. തൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് കാലേബിൻ്റെ മകളായ അക്സയുടെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട്, നീ അപ്പനോട് പോയി ചോദിക്ക്, നമുക്ക് ചില നീരുറവകളുള്ള സ്ഥലങ്ങൾ തരാൻ, നിനക്ക് തന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം നന്മ തരാൻ. നമ്മളൊക്കെ ദൈവസന്നിധി പോയി പറയുന്നത് പോലെ അപ്പനോട് പറയുകയാണ്, മകളോട് അക്സയോട് പറയുക, നീ പോയി കാലേബിനോട് പറ, നിനക്ക് കുറച്ചും കൂടെ നന്മ തരാൻ. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് പോലെ, നമ്മൾ ദൈവസന്നിധി ചോദിക്കുന്നത് പോലെ. പക്ഷേ അക്സ കാലേബിനോട്, തൻ്റെ പിതാവിനോട് പോയി പറയുകയാണ്, അപ്പാ, എനിക്ക് നീരുറവകളുള്ള സ്ഥലങ്ങൾ തരണം, അത് പിൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. കാലേബ് അത് കേട്ട ഉടനെ കാലേബ് അക്സയ്ക്ക് ചെയ്തു കൊടുത്ത് കേട്ടോ, അവൾ ചോദിച്ചത് സ്ഥലം മാത്രമല്ല, വചനം പറയുന്നു, അവൻ കുന്നുകളും താഴ്വരകളും അക്സയുടെ പേരിൽ കൊടുത്തു. ഒരപ്പനോട് ചോദിച്ചത് നീരോട്ടമുള്ള അല്ലെങ്കിൽ നീരുറവകൾ ഉള്ള സ്ഥലം തരാനാ. പക്ഷേ അവൻ കൊടുത്തത് നീരുറവകളുള്ള സ്ഥലം മാത്രമല്ല, അവൻ കുന്നുകളും താഴ്വരകളും അവൾക്ക് വേണ്ടി കൊടുത്തെങ്കിൽ. എന്ന് പറഞ്ഞാൽ അവൾ ചോദിച്ചതൊന്ന കാലേബ് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് അവൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ. എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ അപ്പൻ ഒരു മകൾ തന്നോട് വന്ന് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തവൻ ഇന്ന് പകൽക്കാലം പറ, നീ ചോദിച്ച ഈ ചെറിയ വിഷയത്തിന് അവൻ മറുപടി തരാതിരിക്കുമോ? നീ പ്രാർത്ഥിച്ച ഉപജീവനത്തിന്, നീ മടങ്ങി വരാൻ പ്രാർത്ഥിച്ച തലമുറയുടെ ഭാവിക്ക്, നിനക്ക് വേണ്ടി തുറക്കേണ്ട രാജ്യങ്ങളുടെ വാതിലുകൾക്ക് അതെത്ര നിസ്സാരമാണ്. ഈ പകൽ വിശ്വസിക്ക്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്നത് ചെറിയ കാര്യമല്ല. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ ചിലത് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ ലോകത്തിലെ അപ്പൻ അത് ചെയ്യാമെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു ഉപവാക്യകത്ത് പറയുന്നൊരു പദമുണ്ട്, ദോഷികളായ മക്കൾ നിങ്ങൾക്ക് നല്ല ദാനം
ആമേൻ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എത്ര അധികം. ഈ പകൽക്കാലം ഈ ലോകത്തിലെ അപ്പനും അമ്മയും ഒരു മകൾ ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചതിൻ്റെ ഇരട്ടി കൊടുത്തെങ്കിൽ സ്വർഗസ്ഥനായ അപ്പൻ എത്രയധികം തരും. ഈ പകൽ വിശ്വസിക്കുക, നീ കരഞ്ഞതിന്, നീ വേദനിച്ചതിന്, നീ ഉടഞ്ഞതിന് ഇരട്ടി നിന്നിൽ വെളിപ്പെടാൻ പോകുക. യോബേ, ഞാൻ നിൻ്റെ വേലി പൊളിച്ചത്, ഞാൻ നിന്നെ പരിശോധിച്ചത്, ഞാൻ നിൻ്റെ വേലി പൊളിച്ചത് അടുത്തും അതുപോലൊരു വേലി കെട്ടാനല്ല. അടുത്ത് ഞാൻ വേലി കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പൊളിച്ചതിനേക്കാൾ ഇരട്ടിയാക്കിയേ കെട്ടു. ഈ പകൽക്കാലം ചില വേലികളെ ദൈവം പൊളിച്ചു കൊടുത്തത്, ശത്രു നിൻ്റെ ജീവിതത്തിനകത്ത് പരിശോധനകളും ശോധനകളും കൊണ്ടിട്ടത് നിന്നെ തകർക്കാനല്ല, ഇന്നുള്ളതിൻ്റെ ഇരട്ടി വെളിപ്പെടുത്താനാണ്. ഞാൻ ആത്മാവിൽ അങ്ങനെ ഈ ദൂത് കൈമാറുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തം പരമായി ചിലത് വെളിപ്പെടാൻ പോകുക. ഈ നിമിഷം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണും ദിവസങ്ങളിൽ അടയട്ടെ. ഒരു നിമിഷം വലങ്കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ഇടത് കൈമാറോട് ചേർത്ത് പിടിച്ച് എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. റീഖാമനാശകാരതരകട. അപ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ പകൽക്കാലം ആ ശക്തി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ, അവർ ഏത് മാധ്യമത്തിലിരുന്ന് ശബ്ദം കേട്ടാലും കർത്താവ്, യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും ഇൻസ്റ്റഗ്രാമിലൂടെ ആയാലും കർത്താവ് TV ചാനലിലൂടെ ആയാലും ഏത് മാധ്യമത്തിലൂടെ ഇരുന്ന് ശബ്ദം കേൾക്കുന്നു എന്നല്ല, ഈ നിമിഷം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂടാരത്തിനകത്ത് അവർ ചോദിച്ചതിന് നനച്ചതിനേക്കാൾ അത്യന്തപരമായി അവരുടെ ജീവിതത്തിനകത്ത് ചെയ്തു തുടങ്ങണം. ഈ പകൽ ഇല്ലാത്ത നന്മകൾ, അർഹതയില്ലാത്ത ഉപജീവനം, അർഹതയില്ലാത്ത ഭാവി, അർഹതയില്ലാത്ത ഉയർച്ചകൾ ഈ ജനത്തിൻ്റെ മേൽ ഞാൻ ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ ബ്ലസ് ചെയ്യുന്നു. സ്വർഗമേ, നീ അങ്ങനെ ചെയ്യും. അവരുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടട്ടെ. അനേക സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ. ഞങ്ങളെ വിളിച്ചറിയട്ടെ, സന്തോഷത്തോടെ വിളിച്ചറിയട്ടെ. ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കൂ പ്രിയരെ, ചോദിച്ചതല്ല നനച്ചതല്ല, അത്യന്തം പരമായി ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. വിശ്വസിക്ക്, ദൈവപ്രവൃത്തി വെളിപ്പെടും. പകൽക്കാലം ദൈവദാസനെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹമുള്ളവർ, ദൈവാത്മാവ് ഹേമിക്കുന്നവർ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഓരോ പകലും കേൾക്കുന്നു. ഈ പകൽ നിങ്ങളുടെ പകലാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഈ പകൽക്കാലം എല്ലാ ദിവസവും പകലിൽ ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ചില ദൂതുകൾ കൈമാറാൻ ആഗ്രഹിക്കുക. ഈ സന്ദേശം തുടർമാനമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ.